ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 30 വിശുദ്ധ ജോൺ ക്ലിമാക്കസിൻ്റെ തിരുനാൾ. ക്ലൈമാക്സ് അഥവാ പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്ന വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ കർത്താവെന്ന നിലയിലാണ് ക്ലിമാക്കസ് എന്ന നാമധേയം ജോണിനോട് ചേർന്നത്. 524 പാലസ്തീനായിൽ ജനിച്ച് സമർത്ഥനായ ജോൺ 16-ാമത്തെ വയസ്സിൽ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം വരിച്ചു എന്ന് മാത്രമല്ല, 22-ാമത്തെ വയസ്സിൽ സീനായി മലയിൽ തപോജീവിതം നയിക്കാനും തുടങ്ങി. മത്തീനിയൂസ് എന്ന ഒരു സന്യാസിയുടെ ശിക്ഷണം സ്വീകരിച്ചു. മലഞ്ചെരുവിൽ ഒരു പർണശാലയിൽ താമസം ഉറപ്പിച്ചു. ആത്മപരിത്യാഗവും മൗനവും എളിമയും അനുസൂതമായ പ്രാർത്ഥനയും വഴി ദൃശ്യമായ ആ ഗിരിയിൽ നിന്ന് അദൃശ്യനായ ദൈവത്തിങ്കലേക്ക് ആത്മാവിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. ജോണിന് 35 വയസ്സുള്ളപ്പോൾ ഗുരു മരിക്കുകയും വേറൊരു ഗുരുവിൻ്റെ ശിക്ഷണം സ്വീകരിച്ച് തോൾ മൈതാനത്തിലേക്ക് നീങ്ങി. പലരും ജോണിൻ്റെ ഉപദേശങ്ങൾ തേടി ആശ്വാസം പ്രാപിച്ചിരുന്നു. അസൂയാലുക്കളായ ചിലർ നീണ്ട പ്രഭാഷണങ്ങളിൽ സമയം കളയുന്നുവെന്ന് ആരോപിച്ചതിനാൽ നീണ്ട 12 മാസത്തേക്ക് ജോൺ മൗനം അവലംബിച്ചു. ജോണിൻ്റെ വിനയം കണ്ട് ജനങ്ങൾ ആധുനിക മോശയായി പരിഗണിച്ചിരുന്നു. പർണശാലയിൽ അങ്ങനെ 40 വർഷം താമസിച്ചു. 75-ാമത്തെ വയസ്സിൽ സീനായി മലയിലുള്ള സന്യാസികളുടെ ആബട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് അനേകരുടെ ആവശ്യപ്രകാരം ഒരു ഗ്രന്ഥമെഴുതി. അതാണ് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പേരിന് കാരണമായ ക്ലൈമാക്സ് എന്ന ഗ്രന്ഥം. സ്ഥാനമാനങ്ങൾ മനസ്സിനെ ആനയിക്കുന്നുവെന്ന് കണ്ട് മരണത്തിന് അല്പം മുൻപ് സ്ഥാനമൊഴിഞ്ഞു ധ്യാനനിരതനായി 605 മാർച്ച് 30-ാം തീയതി അദ്ദേഹം ദിവംഗതനായി. മഹത്വങ്ങൾ ഉപേക്ഷിച്ച വിശുദ്ധ ജോൺ ക്ലിമാക്കസെ ഞങ്ങളും ആർഭാടങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.